നമുക്ക് എന്തെങ്കിലും സംശയിച്ച് നമ്മൾ നിൽക്കുന്ന ഒരു കാര്യത്തിനാണ് സങ്കോചപ്പെടുക എന്ന് പറയുന്നത്. ഈ ഒരു വേർബ്, ഈ ഒരു പ്രവൃത്തി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഹി hesitated. He hesitated. അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ സംശയിച്ച് നിന്നു. He hesitated. അവൻ സംശയിച്ച് നിന്നു. He was in hesitation. അവൻ സംശയത്തിലായിരുന്നു. ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സംശയം, ഹെസിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ സംശയിച്ചു നിന്നു. ഇവിടെ വേർബായി വരും, പ്രവൃത്തിയായി വരും. ഹെസിറ്റേഷൻ എന്ന് പറയുമ്പോൾ ആ വേർബിൽ നിന്നുണ്ടാക്കുന്ന നൗണാണ് സംശയം എന്ന് പറയുന്നത്. ഈ നൗൺ എന്ന വേർബ് എന്താണെന്ന് പറഞ്ഞാൽ, നൗൺ എന്ന് പറഞ്ഞാൽ ഒന്നിൻ്റെ പേരും, വേർബ് എന്ന് പറഞ്ഞാൽ ഒരു പ്രവൃത്തിയുമാണ്. ഒരു പ്രവൃത്തിയിൽ നിന്ന് തന്നെ അതിൻ്റെ പേര്. ഹെസിറ്റേഷൻ, സംശയം എന്ന് പറഞ്ഞാൽ ഒരു വികാരത്തിൻ്റെ, ഒരു തോന്നലിൻ്റെ പേരാണ്. ഹെസിറ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സോ ദിസ് ഇസ് ഹെസിറ്റേറ്റഡ് എന്ന് പറയുമ്പോൾ ഇവിടെ വേർബും, ഹെസിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നൗണും വരും. സോ ഹി ഹെസിറ്റേറ്റഡ്, ഹി വാസ് ഇൻ ഹെസിറ്റേഷൻ. രണ്ടും ഒരേ അർത്ഥമാണ്, ഒരേ കോണ്ടെക്സ്റ്റാണ്, ഒരേ രീതി, ഒരേ അർത്ഥമാണ് ഏകദേശം. പക്ഷെ ഒന്ന് വേർബിൻ്റെ ഇതായിട്ടും ഒന്ന് നൗണായിട്ടും പറയുന്നു. ഹി ഹെസിറ്റേറ്റഡ്, ഹി വാസ് ഇൻ ഹെസിറ്റേഷൻ. He has some hesitation. അവന് ചില സംശയങ്ങൾ ഉണ്ട്. He has some hesitation. അവന് ചില സംശയങ്ങളുണ്ട്. അപ്പോൾ he was in hesitation എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യവും, he has some hesitation എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവനുള്ള കാര്യവുമായിട്ടാണ് പറയുന്നത്. അപ്പോൾ സോ he hesitated, അവൻ സംശയിച്ചു നിന്നു. He was in hesitation, അവൻ സംശയത്തിലായിരുന്നു. ഹി വാസ് ഇൻ ഹെസിറ്റേഷൻ. ഹെസിറ്റേഷൻ മീൻസ് സംശയം. അവൻ സംശയത്തിൽ ആയിരുന്നു. വാസ് എന്ന് പറയുമ്പോൾ ആയിരുന്നു. ഹി ഹാസ് സം ഹെസിറ്റേഷൻ. അവന് ചില സംശയങ്ങൾ ഉണ്ട്. ഹി ഹാസ് സം ഹെസിറ്റേഷൻ. ഹെസിറ്റേറ്റ് എന്ന് വെച്ചാൽ സംശയിച്ച് നിൽക്കില്ല, നമ്മൾ സങ്കോചപ്പെട്ട് പേടിച്ച് നിൽക്കുന്ന ഒരു ഘട്ടം. പേടിയല്ല, കുറച്ച് സംശയമായി നിൽക്കുന്ന ഘട്ടത്തിനെയാണ് ഹെസിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഹെസിറ്റേഷൻ, ഹെസിറ്റേറ്റ്.